ഉക്രൈൻ നേതാവ് സെലൻസ്കി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അൽ ജസീറ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽ ഹർബ് ഫി ഇറാൻ തുഖവ്വി റൂസിയ വതുർഹിഖുൽ വിലായത്തിൽ മുത്തഹിദ. ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം യഥാർത്ഥത്തിൽ റഷ്യയെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് സെലൻസ്കി പറഞ്ഞത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി വലിയ നേട്ടമുണ്ടാക്കാൻ ഈ യുദ്ധത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇറാന്റെ ശത്രുക്കളെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്താൻ റഷ്യക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഉക്രൈന് നൽകുന്ന യൂറോപ്യൻ അമേരിക്കൻ സഹായങ്ങൾ ഒരു പരിധി വരെ നിന്നുപോയിട്ടുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമാണ്. അതുപോലൊപ്പം അദ്ദേഹം പറയുന്നത് യൂറോപ്പിന്റെ എനർജിയുടെ വലിയൊരു ഭാഗവും കരുതലായി സൂക്ഷിച്ചു വെച്ച എനർജികൾ പോലും വലിയ രൂപത്തിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയ ക്ഷാമം എനർജി വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് യൂറോപ്പിൽ. അതുപോലെ തന്നെ മേഖലയിൽ വലിയ രൂപത്തിലുള്ള സംഘടനകൾക്കും വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങളിലേക്കും ഇത് കൂടുതൽ നയിക്കാനുള്ള സാധ്യത പറയുന്നു. മാത്രമല്ല അവസാനം സെലൻസ്കി സങ്കടത്തോടൊരു കാര്യം പറയുന്നത്, ഞങ്ങൾക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്താനുള്ള എല്ലാ സാധ്യതയും ഇതോടുകൂടെ അടഞ്ഞു പോവുകയാണ്. ഞങ്ങൾക്ക് പ്രതിരോധ സംവിധാനങ്ങൾ എത്താനുള്ള സാധ്യതയില്ല. കാരണം പല കരാറുകളും ഉക്രൈന് നൽകിയിട്ടുണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ. പക്ഷേ ഈ ഒരു യുദ്ധം സാഹചര്യത്തിൽ ഈ ഒരു യുദ്ധം ഉണ്ടായതോടുകൂടെ അങ്ങനെയുള്ള ഒരു സാധ്യത ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി തീർച്ചയായും അങ്ങനെ സെലൻസ്കിക്ക് അല്ലെങ്കിൽ ഉക്രൈന് വലിയ രൂപത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ലഭിക്കുമെന്ന പ്രതീക്ഷ പോലും ഇല്ലാതായിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ സെലൻസ്കി പറയുന്നത്. ഈ വാർത്തയുടെ ചുരുക്കം, ഈ വാർത്തയെ നമ്മൾ ഒന്ന് ചുരുക്കി വായിക്കുകയാണെങ്കിൽ, അമേരിക്ക നടത്തുന്ന യുദ്ധം അമേരിക്കൻ ശത്രുക്കളെ, അതായത് അമേരിക്കയുടെ എതിർചേരിയുള്ള രാഷ്ട്രങ്ങളെല്ലാം ശക്തിപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ ക്ഷയിക്കുകയല്ല, അവരുടെ ഭാഗമാണ് ഇപ്പോൾ സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും വിജയിച്ചു നിൽക്കുന്നത് എന്നാണ് ഒന്നാമത്തെ സൂചന. മാത്രമല്ല രണ്ടാമത്തെ സൂചന നൽകുന്നത് ഏറ്റവും കൂടുതൽ എനർജി പ്രതിസന്ധി നേരിടാൻ പോകുന്നത് അമേരിക്കയും സഖ്യകക്ഷികളും തന്നെയാണ്. മാത്രമല്ല വെടിക്കോപ്പുകളിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നത് അമേരിക്കയുടെ ശത്രു രാഷ്ട്രങ്ങളല്ല, അതേ സമയത്ത് അമേരിക്കയും അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങൾക്കുമാണ് ഈ യുദ്ധം എല്ലാ അർത്ഥത്തിലും അപകടമുണ്ടാക്കിയിരിക്കുന്നത്, ദുരന്തം സമ്മാനിച്ചിരിക്കുന്നത്. അതേ സമയത്ത് ഇറാൻ അല്ലെങ്കിൽ റഷ്യയും ചൈനയും അടങ്ങുന്ന ആ ഒരു സംഘം അല്ലെങ്കിൽ ആ ഒരു സഖ്യ സംഘത്തിന് ഈ യുദ്ധത്തിലൂടെ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നാണ് സെലൻസ്കി ഇതിലൂടെ പറയുന്നത്.